ഒറ്റ ശിഖരം എന്ന സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു, വളരെയേറെ ബുദ്ധിമുട്ടുന്നു, ഛർദ്ദിക്കുന്നു. അങ്ങനെ ഛർദ്ദിയെല്ലാം കഴിഞ്ഞ് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ആ സമയം അങ്ങനെ മീനാക്ഷി മോഹൻ സാറിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം അങ്ങോട്ട് എത്തുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് മീനാക്ഷിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല സാറേ, പെട്ടെന്ന് തന്നെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു, കുറേ ഛർദ്ദിച്ചു, അതിനുശേഷം അവൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. ഇതെല്ലാം കേൾക്കുമ്പോൾ മോഹൻ സാറ് പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ മോളാകെ കുഴഞ്ഞു പോയി കിടക്കുകയാണ്, അവൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ല എന്നൊക്കെ പറയുന്നു. സാറൊന്ന് വന്ന് എൻ്റെ മോളെ കാണൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമോഹൻ സാറ് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സാറിനെ കാണുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, സാറ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻ സാറ് പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇല്ല സാറേ, കുറച്ച് നേരം കഴിയട്ടെ, എനിക്ക് പെണീറ്റിരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ തന്നെ പോകാം മോളെ, ഇപ്പോൾ ചെന്നാൽ തന്നെ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ മോളെ നോക്കിക്കോളൂല്ലോ, അപ്പോൾ മോളുടെ ബുദ്ധിമുട്ട് മാറുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, സാരല്ല അമ്മേ, സാറ് വന്നല്ലോ, ഇനി എനിക്ക് ധൈര്യമായി അമ്മയെന്ന് പറയുന്നുണ്ട്. സാർ അമ്മയോട് പറയുന്നുണ്ട്, നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ പറയുന്നു. അതനുസരിച്ച് അമ്മ എടുക്കാൻ പോകുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, സാറിനെ രാത്രി വിളിച്ച് ഇവിടേക്ക് വരുത്തി ബുദ്ധിമുട്ടിച്ചതിന് എന്നോട് ക്ഷമിക്കണം, സോറി എല്ലാം മീനാക്ഷി പറയുന്നുണ്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുന്നു വരെ വിചാരിച്ചു എന്നല്ല മീനാക്ഷി പറയുമ്പോൾ മോഹൻ സാറ് പറയുന്നുണ്ട്, മീനാക്ഷിയുടെ കേസ് മേനോൻ സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മീനാക്ഷിക്ക് എന്തു പറ്റിയാലും ഞാൻ വേണം ഉത്തരം പറയാൻ. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്, കുറേ ഞാൻ ഛർദ്ദിച്ചു. അപ്പോൾ മോഹൻ സാറ് പറയുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ട് വയറ് കേടായതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അല്ല, ഫുഡിൻ്റെ മണം അടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നു, അങ്ങനെ ഭക്ഷണത്തിനോട് തന്നെ ഒരു ഇഷ്ടക്കേട് എനിക്ക് തോന്നുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മോഹൻ സാറ് പറയുന്നുണ്ട്, ഇത് പ്രഗ്നൻസിയുടെയാണ്, വയറ് ചുരുക്കുന്നതാണ്, കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ശരിയാണ്, അമ്മയും എന്നോട് ഇത് പറഞ്ഞു എന്ന്. അപ്പോൾ മോഹൻ പറയുന്നുണ്ട്, ഒന്ന് സംസാരിക്കേണ്ട, റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം.